ഹലോ വിഷു, നീ എന്താ വിളിച്ചേ? ബാനു എവിടെയാ? വിഷു, നീ കിടന്നോ? ഞാൻ വരുന്നുണ്ടാവില്ല. ബാനു ഫുഡ് കഴിച്ചോ? ആ, കഴിക്കണം. പിന്നെ വളയുടെ കാര്യം എന്തായി? ആ, അത് നോക്കുന്നുണ്ട്, കിട്ടും. ഇതിപ്പോ എത്ര ദിവസമായി ബാനു? ഞാനിവിടെ എസ്പിയുടെ ഓഫീസിലാണ്, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ചേട്ടാ, ഇവിടെ ഈ സൂഫിക്ക എന്ന് പറഞ്ഞ ആളെ വീട്. സൂഫിക്ക? ഞാൻ ഒരു മിനിറ്റ് കാണാം. ആണേട്ടാ, ഇതൊന്ന് പറഞ്ഞു തുടങ്ങി. എന്തേനു ഇവിടെ ഈ സൂഫിക്ക എന്ന് പറഞ്ഞ ആളെ വീട്? കാണട്ടെ, കാണിക്കാം. ഇത് നമ്മളെ സൂപ്പിക്കല്ലേ, ബിരിയാണി. മൂപ്പർ എപ്പം നാട്ടിൽ വന്നാലും എന്നെ കാണാൻ വരും. ആ പ്രശ്നം നടന്നില്ലേ, അതിന്റെ 2 ദിവസം മുമ്പ് എന്നെ കാണാൻ വന്ന്. അന്നേരോ മൂപ്പറോട് ആ ഡ്രൈവർ ചെക്കനുണ്ടേനു. ഇവനിപ്പോഴും ഉണ്ടാ? അല്ല, ഞാൻ വെയിറ്റ് ചെയ്യണോ? നീ വിട്ടോ, ഞാൻ നാണുന്നേരം കൂടെ വരാം. ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട്. അതിനുശേഷം സൂപ്പിക്കാൻ ആരും കണ്ടുക്കില്ല. ആ കലാപ സമയത്ത് പോലീസുകാർ കുറേ പാവങ്ങളെ പിടിച്ചോണ്ടേക്കല്ലോ, അതിൽ മൂപ്പറും ഉണ്ടേനു. കുറേ കാലം ജയിലിൽ കിടന്നെന്നാ കേട്ടെ. പിന്നെ ആ പ്രശ്നങ്ങൾക്ക് ശേഷമല്ല അവൻ ഭയങ്കര നിലയില്ല. കാറ്, വലിയ ഷോറൂം എല്ലാം ആയിട്ട് എന്തെന്നാ അവനിക്ക് പറ്റിയത് ഇതുവരെ തിരിഞ്ഞിക്കില്ല. പഠിച്ചവനറിയാം. എന്താ അവന്റെ പേരെന്ന് പറഞ്ഞ? സുബീഷ്. ബാനുവേ, ചേട്ടാ, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? നീ അവളും തമ്മിൽ എന്തെങ്കിലും? പിന്നെ ഭാര്യയും ഭർത്താക്കന്മാരാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ചേട്ടനും ഏച്ചമ്മ പ്രശ്നമല്ലേ? ഞങ്ങൾക്കിടെ പല പ്രശ്നങ്ങളുണ്ടാവും. അല്ല, അപ്പോൾ ചേട്ടനോട് പറയാൻ പറ്റുമോ? അല്ലടാ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞല്ല. നീ വെറുതെ അതൊരു... ചേട്ടൻ വിട്ടെ, അല്ലെങ്കിൽ എന്നെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ഡോറടച്ച് തമ്പുരാട്ടത്തിനകത്ത് അങ്ങനെ ഇരുന്നു. ബാനു എന്താ പറഞ്ഞേ? ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് പോവാണോ? എന്തെങ്കിലും പറയണ്ടെങ്കിൽ മുഖത്തേക്ക് പറ. ഇതിപ്പോ എത്ര ദിവസമായി ഇങ്ങനെ? അതെങ്ങനെയാ? പറഞ്ഞ വാക്കിന് വില വേണം. ഒന്നും അറിയാണ്ട് ഇറങ്ങി വന്ന് എന്നെ വേണം പറയാൻ. ഒന്നും പറയാനില്ലേ? എത്ര കാലം ഇങ്ങനെ പറഞ്ഞു പഠിച്ചതിന്റെ മുമ്പിലോ നിൽക്കും? ഞാൻ എന്തിനാ വിളിച്ചത് പോലും പറഞ്ഞു ചോദിച്ചില്ലല്ലോ. ഒരു കുഞ്ഞു പാള അത് പോട്ടെ, ഒരു ഫോട്ടോയിലും വന്നെടുത്തോ. തന്നെ ഈ പണിയും കളഞ്ഞ് വേറെ പണിക്ക് പോ. ശരി ശരി, സമ്മതിച്ചു. നിന്റെ ഒരു ചെറിയ ആഗ്രഹം പോലും സാധിച്ചു തരാൻ കഴിയാത്തൊരു പൊട്ടനാണ് ഞാൻ. പോരെ, മതിയാ? നീ എന്താ വേണ്ടേ? നിനക്ക് ഡിവോഴ്സ് വേണം? എടോ, എനിക്ക് വയ്യ. തൃപ്തിപ്പെടുത്തി എന്തായി, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ? നോക്കിയില്ലേ കണ്ടീഷനിൽ വേണ്ടി? പിന്നെ പേപ്പർ വർക്കിന്റെ കാര്യത്തിലൊന്നും നിങ്ങൾ ബേജാറാണ്ട. സുബീഷ്, സാറേ, ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഞാനങ്ങ് ഡൽഹിയിലാണ്, ഷോറൂമിലേക്കുള്ള കാറുകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് സുബീഷ്, ഞാനോ? വാടാ, അനക്ക് വേണ്ടെന്ന് വെച്ചാൽ എടുത്തിട്ട് പോട്. എടാ, വളയൊക്കെ ഇങ്ങോട്ട് സൈഡിലേക്ക് വെക്ക്. നീ എന്താ നോക്കുന്നത്? അത് എടുത്തോടോ. വീട്ടിൽ കയറിയല്ലടാ.
എന്റെ കഥയൊക്കെ കൊള്ളാം. ഞാൻ സത്യ സാറ് പറഞ്ഞേ. പിന്നെ എങ്ങനെയാണോ അവിടെ സാറുകളുടെ കയ്യിലെത്തിയത്? സാറ് പ്രേമിച്ചില്ല. അയ്യോ പുരുഷേട്ടാ, എന്താ പുരുഷേട്ടാ ഇത്? എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്? നീ ഉറങ്ങാറില്ലേ? ഉണ്ടല്ലോ. കള്ളം. ഉറങ്ങാതെ ഇങ്ങനെ വരില്ലല്ലോ. ആകെയുള്ളൊരു ലൈഫ് നമുക്ക് സന്തോഷത്തോടെ ജീവിച്ചു തീർക്കണ്ടേ? അതിനെന്താ വേണ്ടേ? സമാധാനം. ഏ? സമാധാനം. സമാധാനം. എന്തേ സ്വപ്നം കണ്ടല്ലേ? ഞാൻ കൈവെട്ടുന്നതല്ലേ? ഓം ചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ വേദം അവേദം വാ